അമേരിക്കൻ എയർലൈൻസിൻ്റെ ആഭ്യന്തര യാത്രാവിമാനവും US സേന ഹെലികോപ്റ്ററും ആകാശത്ത് കൂട്ടിയിടിച്ച 67 പേർ കൊല്ലപ്പെട്ടു. ബുധനാഴ്ച വൈകിട്ട് കാൻസസിലെ വിജുതയിൽ നിന്ന് പുറപ്പെട്ട വിമാനം പ്രാദേശിക സമയം രാത്രി 9ഓടെ റീഗൻ വാഷിംഗ്ടൺ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. കൂട്ടിയിടിച്ച വിമാനവും ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററും പോട്ടോമാക് നദിയിലേക്ക് വീണു. വിമാനത്തിൽ 60 യാത്രക്കാരും 4 ജീവനക്കാരും ഉണ്ടായിരുന്നു. ഹെലികോപ്റ്ററിൽ 3 സൈനികരും എല്ലാവരും മരണമടഞ്ഞു. ലോകത്തെ തന്നെ ഏറ്റവും തിരക്കേറിയ വ്യോമപാതയാണിത്. US പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റലിലേക്കും വൈറ്റ് ഹൗസിലേക്കുമുള്ള ദൂരം 5 കിലോമീറ്ററോളം മാത്രമാണ്. മത്സരത്തിൽ പങ്കെടുത്ത് മടങ്ങുന്ന ഐസ് സ്കേറ്റിംഗ് താരങ്ങളും കുടുംബാംഗങ്ങളും പരിശീലകരുമായിരുന്നു യാത്രക്കാരിലേറെയും. 1994 സ്കേറ്റിംഗ് ലോക ചാമ്പ്യന്മാരായ ദമ്പതികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ഇവർ പരിശീലകരായി 1998 മുതൽ US-ലുണ്ട്. തണുത്തുറഞ്ഞ നദിയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ 300 അഗ്നിരക്ഷാസേന അംഗങ്ങളുടെ നേതൃത്വത്തിൽ തീവ്ര രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. 70 പേർക്ക് യാത്ര ചെയ്യാവുന്ന കനേഡിയൻ നിർമ്മിത ബോംബർഡിയർ CRJ 701 ഇരട്ട എഞ്ചിൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വെർജീനിയയിൽ നിന്നുള്ള സൈനിക ഹെലികോപ്റ്റർ പരിശീലന പറക്കലിലായിരുന്നു.